അനുമോൾ, നിനക്ക് നാണുണ്ടോ? എന്തൊക്കെ കാണിക്കുന്ന ഷോ ഇല്ലേ? ഞങ്ങൾക്ക് റെപ്യൂട്ടേഷൻ ഇല്ലേ? എന്റെ പൊന്നോ, എന്താപ്പത് ലാലേട്ടന്റെ താണ്ഡവം നിർത്തിപ്പൊരിക്കണം അനുവിന്. ഊഫ്, എജ്ജാതി പെർഫോമൻസ്. ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസ് കത്തിക്കും. സത്യത്തിൽ ലാലേട്ടൻ കത്തിച്ചോ? അമ്മാതിരി പ്രൊമോ അല്ലേ പടച്ചു വിട്ടിക്കണ്. എന്നിട്ട് എന്തായി പറയാം. ഒരുപാട് പേർക്ക് ബിഗ് ബോസ് ഇഷ്ടമുണ്ടാവും, കുറേ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ ഞാൻ പരമാവധി എല്ലാ എപ്പിസോഡുകളും കാണലുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും വീഡിയോ ചെയ്യാൻ അധികം ഒന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ 1-2 വീഡിയോ ഒക്കെ ബിഗ് ബോസിൻ്റെ ഒന്നും ചെയ്യാം. ബിഗ് ബോസിൽ അത് സംഭവിച്ചു, ബിഗ് ബോസിൽ ഇത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിന് മാത്രം അതിനൊന്നും അവിടെ സംഭവിക്കില്ല. കുറേ തന്തക്കുളിയും തള്ളക്കുളിയൊക്കെ ഉള്ളൂ. പക്ഷേ ഈ തീപ്പൊരി പ്രമൊക്കെ ഇട്ടിട്ട് ആൾക്കാരെ പറ്റിക്കണ ഈ പരിപാടി എന്ന് കണ്ടപ്പോൾ ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിനെ പറ്റി 2 വാക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ പതിവ് പോലെ ലാലേട്ടൻ വന്നു. ലുക്കിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, വേറെ ലെവൽ. പക്ഷെ ഇന്ന് കാണിച്ച പരിപാടി അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. അനുമോളെ മാത്രം മാറ്റി നിർത്തിയിട്ട് ദേഷ്യപ്പെടുകയും ഏഷ്യനെറ്റിന് ഡീഗ്രേഡ് വരാതിരിക്കും വേണം. ഏതേ ഇലക്കുമുള്ളിനും കേടില്ലാത്ത പോലെ. അങ്ങനെ ആകുമ്പോൾ തെറ്റ് മൊത്തം അനുവിൻ്റെ മണ്ടക്കിട്ടിട്ട് ജിസയിലും ആര്യനും കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ മൂടി മറക്കാൻ വേണ്ടിയിട്ടേ. പക്ഷെ എന്തായി, ബിഗ് ബോസിന് ലാലേട്ടനൊക്കെ തെറ്റുപറ്റി. എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു തരി പോലും പതറാതെ ഞാൻ കണ്ടു എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ഒരേ സ്റ്റാൻഡിൽ നിന്നു അനുമോള്. പക്ഷെ അവിടെ 2 മുഖങ്ങൾ ആകെ പതറിത്തരിച്ചിരിക്കുന്നു, ജിസയിലും ആര്യനും. ഇനിയിപ്പോൾ വീഡിയോ ക്ലിപ്പ് എങ്ങാനും ഇട്ട് കാണിക്കുമെന്നുള്ള പേടിയും കൊണ്ടേ. പക്ഷെ അത് കാണിച്ചു കഴിഞ്ഞാൽ ഏഷ്യനെറ്റിനും ബിഗ് ബോസിനും 10ന്റെ പണി കിട്ടുമെന്ന് നല്ലോണം അറിയാം. എന്തായാലും അനുവിനെ ഷൂട്ട് ചെയ്യണ ലാലേട്ടനെ ഒന്ന് കാണാം. എന്താ തോന്നോ? ഭയങ്കര സന്തോഷം തോന്നോ? ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നോ? നിങ്ങൾക്ക് നാണുണ്ടോ? എന്തൊക്കെ കാണിക്കുന്നത് ഷോ ഇല്ലേ? എന്തപ്പോ ഈ കാണിക്കണ്? നിനക്ക് നാണമില്ലേ? സത്യം പറഞ്ഞത് ചോദിക്കേണ്ടത് അനുവിനോടല്ല, ഷഡ്ഡി പോലത്തെ ട്രൗസറും കുടുംബ പ്രേക്ഷകർ കാണാൻ പാടില്ലാത്ത കാട്ടവരാതി സീൻ കാണിക്കണ ആര്യനോടും ജിസേലിനോടാണ്. എന്തൊക്കെയാണ് ആര്യൻ എന്ന് പറയുന്ന ആ മരക്കോപ്പൻ അവിടെ കാണിച്ചു കൂട്ടുന്നത്? എന്നിട്ട് അതിന് ചുക്കാൻ പിടിക്കാൻ കുറെ മരവാഴകളും. എന്താണ് ലാലേട്ടാ, ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇത് സ്ത്രീകളും കുട്ടികളൊക്കെ കാണുന്ന പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഒരു പുതപ്പിനടിയിൽ കാട്ടിക്കൂട്ടുന്നത്? എന്നിട്ട് അത് കണ്ടു എന്ന് പറയുന്ന അനുവിനിട്ട് പൊരിക്കുക. അതത്ര ശരിയായില്ല എന്ന് തന്നെ പറയാനുള്ളൂ. പിന്നെ ലാലേട്ടനും ബിഗ് ബോസും ഓരോ അരിമണികളും ആ വീട് മൊത്തം അരിച്ചു പെറുക്കിക്കണു. എന്നിട്ട് അവർ കണ്ടില്ല എന്ന് പറയണേ. എന്നിട്ട് ലാലേട്ടൻ പറയണമെന്ന് കണ്ടോക്കാം. ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി, ഞാൻ യൂസിലാണ്, ഞാനും നോക്കി, ഞങ്ങൾ അത് കണ്ടിട്ടില്ല. സബാഷ് ഏതാ ഈ കോമാളി? ഈ ആര്യന്റെ പെർഫോമൻസ് കാണുമ്പോഴാണ് ഡൗട്ട്. ഇവൻ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നുണ്ട്. പോത്ത് പോലെ വളർന്നു തന്നെ ഉള്ളൂ. ഇപ്പോഴും ബുദ്ധി LKG എന്നാണ് പുറത്തേക്ക് വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടും അനു പതറാതെ വീണ്ടും പറയാണ് കണ്ടൂന്ന്. നമുക്കതൊന്നും വേണം. ഞാൻ കണ്ടത് തെറ്റാണോ ശരിയാണെന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ കണ്ടു. ബാക്കി ആരും കാണാത്ത കാര്യം, ഞങ്ങൾ കാണാത്ത കാര്യം ഷോ അല്ലേ? ഇത് ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? ഞങ്ങൾക്ക് റെപ്യൂട്ടേഷൻ ഇല്ലേ? ഞാൻ കണ്ടു. എല്ലാരും തിരിഞ്ഞും മറിഞ്ഞും പറഞ്ഞിട്ട് അനു അതിലെന്നെ ഉറച്ചു നിൽക്കണമെങ്കിൽ അപ്പൊ അതിലെന്തായാലും സത്യം ഉണ്ടാവും. പിന്നെ നമ്മളൊക്കെ അങ്ങനെ കണ്ടതല്ലേ, ഓരോ ക്ലിപ്പുകളൊക്കെ കണ്ടതാണ്. അനു അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരൊക്കെ കളിയാക്കുമ്പോൾ എപ്പോഴേ കരയേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഒരു തുള്ളി കണ്ണുനീര് പോലും വരാതെ പറഞ്ഞതിലെന്നെ ഉറച്ചു നിന്നു. അതെന്തായാലും പൊളിച്ചു. ബാക്കിയുള്ളവരൊക്കെ പ്ലിങ്ങായി. എന്തൊക്കെ പറഞ്ഞിട്ടും അനുവിനൊരു കുലുക്കുമല്ല. അത് അടിപൊളിയായി. ഈ പറയുന്ന അനീഷും അനുമോളും ഷാനവാസും പിന്നെ നൂറയും ഇവരൊന്നും ഇല്ലെങ്കിൽ കാണായിരുന്നു. ബിഗ് ബോസ് ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, ആ പാട്ടും വെച്ച് ഇങ്ങനെ ഇരിക്കേണ്ടിയിരുന്നു. ഇതൊന്നല്ല വിറ്റ്, വെറുതെ ഇരുന്നൊരു വാഴനെ എടുത്തോണ്ട് വെളിയിൽ കളഞ്ഞു ബിഗ് ബോസ്. ഓൽക്ക് മനസ്സിലായി ഇതിന്ന് ഇനി ഒരു തുള്ളി നീര് പോലും കിട്ടാനില്ലാന്ന്. ആരായിരിക്കും? നമുക്കൊന്ന് കാണാം. എന്റെ ഫ്രണ്ടിൽ പോയിട്ട് പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അന്നോളൂ എന്റെ കൂടെ. എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തുനിന്ന് രേണുവിന്റെ മണ്ടയ്ക്ക് കിട്ടിയൊരടിയത്. എന്താണ് ലാലേട്ട ഈ ചെയ്ത്? അതിനാകെയുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു അത്. വീട്ടിൽ പോണം എന്ന് പറഞ്ഞത് കണ്ടന്റ് ആയിരുന്നു, അല്ല വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. എന്തായാലും ഭയങ്കര ചതിയായിപ്പോയി. അല്ല പിന്നെ ഇതിനൊക്കെ എന്നോ എടുത്ത് വെളിയിൽ കളയണമായിരുന്നു. ഇതൊക്കെ എന്താ പറയുക, വേറൊരാൾക്ക് കിട്ടുന്ന അവസരമാണ്. ഇമാതിരി മരവാഴകളെയും കൊണ്ട് നഷ്ടമാണ്. എന്തായാലും ബിഗ് ബോസിന് മനസ്സിലായി ഇതിന് ചെല്ലും ചെലവും കൊടുത്തിട്ട് ഒരു കാര്യമില്ലാന്ന്, ഒരനക്കമില്ലാന്ന്. അതുകൊണ്ട് നൈസായിട്ട് എടുത്തിട്ടാണ് വെളിയിൽ കളഞ്ഞു. ആ പോകുന്നതൊക്കെ ഒന്ന് കാണണം. പിന്നെ ഞാൻ എല്ലാതായി മാറും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, ഇത്രയും ദിവസം നിൽക്കാൻ സാധിച്ചല്ലോ. അങ്ങോട്ട് നടന്നു വളിഞ്ഞു വെണ്ടക്ക പരുവത്തിലായി. ഇനിയിപ്പോൾ കാണാലോ സകല ഇന്റർവ്യൂവിലും കടന്നിങ്ങനെ കാണിക്കണത്. ഞാനിപ്പോൾ അതല്ല ഓർക്കണേ, ആ സുധിച്ചേട്ടൻ അവിടെ ഇട്ടിട്ടാണല്ലോ പോണേ. അത് ഓർക്കുമ്പോഴാപ്പോ അത് കുഴപ്പമില്ല, അത് ഇനി ഇന്റർവ്യൂവിൽ വന്നോളൂ. അത് പോട്ടെ. അപ്പം എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അല്ലാതെ ഒരു ആനപ്പടക്കം അവിടെ പൊട്ടിയിട്ടില്ല. അനുവിന് എന്തൊക്കെയോ മരണമാസ വർത്താനങ്ങൾ പറഞ്ഞു ലാലേട്ടൻ. അത് കേട്ടിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു കൂസലും ഇല്ലാതിരുന്നു അനു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരാളും പോയി, അപ്പാനി. കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. അത് കണ്ടപ്പോൾ പാവം തോന്നി.
എന്തായാലും ഇനിയുള്ള ഗെയിമുകളിൽ വല്ല മാറ്റങ്ങൾ വരുമോ അതോ നനഞ്ഞ പടക്കന്മാർ ഈ പാവാട കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.